ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രേക്ഷകർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ ധ്യാനത്തിന് ആധാരമായി 78-ാം സങ്കീർത്തനം 19-20 വാക്യങ്ങൾ വായിക്കുന്നു. Psalm 78 verses 19 and 20. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു, മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അവൻ പാറയടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം. എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? തൻ്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു. വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മളുടെ പ്രഭാത ധ്യാനത്തിനായിട്ട് വായിച്ച് കേൾപ്പിച്ചത്. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് പരിഭവിക്കുന്നതും പരാതി പറയുന്നതും ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവർ ഉന്നയിച്ച 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഒന്ന്, മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ എന്നായിരുന്നു. തുടർന്ന് അവർ പറയുകയാണ്, മരുഭൂമിയിൽ ഞങ്ങൾക്ക് മാംസം നൽകുവാൻ ദൈവത്തിന് കഴിയുമോ? ഈ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ ഉയരുമ്പോൾ 19-ാം വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. വാസ്തവത്തിൽ ദൈവത്തിന് വിരോധമായി സംസാരിക്കുക എന്ന് പറയുന്നത് അവർ ദൈവത്തോട് കാണിച്ച ഏറ്റവും വലിയ പാപമാണ്. അവർ പിറുപിറുക്കുന്നവരും ദൈവത്തിന് വിരോധമായി, ദൈവിക പ്രവർത്തനങ്ങൾക്ക് വിരോധമായി സംസാരിക്കുന്നവരുമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ദൈവത്തിന് വിരോധമായി സംസാരിച്ചിട്ടും അടുത്ത വാക്യത്തിൽ അവർ ഉന്നയിച്ച ആ പദങ്ങളുണ്ടല്ലോ, മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? ഞങ്ങളെ ഈ മരുഭൂമിയുടെ മണ്ണിൽ ഭക്ഷണവും ഇറച്ചിയും വെള്ളവും തന്ന് പോഷിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമോ എന്നുള്ള സംശയത്തിൻ്റെ ചോദ്യം ചോദിച്ചു. അവർ പാപം ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ അതിൻ്റെ റിസൾട്ട് നാം വായിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത് എങ്ങനെയാ? അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം. അത് അവർ അംഗീകരിക്കുക. ദൈവത്താൽ സാധ്യമാണോ എന്ന് ചോദിച്ചിട്ട് പാപം നിറഞ്ഞ അവരുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത വൻ പ്രവൃത്തിയുടെ വലിയ വിവരണമാണ് കാണുവാൻ കഴിയുന്നത്. ആ ജനത്തിന് ആവശ്യമായിരിക്കുന്ന വെള്ളം മുഴുവൻ ആ പാറയടിച്ചപ്പോൾ അതിൽ നിന്നും വന്നു. ആ വെള്ളം കുടിച്ച് അവർ തൃപ്തരായിട്ട് തീരുവാൻ ഇടയായിട്ട് തീർന്നു. ഈ പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, ഇവർ പാപം ചെയ്തവരാ, ഇവർ വലിയ തെറ്റ് ചെയ്തവരാ, ദൈവത്തിന് വിരോധമായി സംസാരിക്കുകയും ദൈവത്തെ പരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ടും അവർ പാപം ചെയ്തിട്ടും അവർ ചോദിച്ച ചോദ്യത്തിന് ദൈവം അവർക്ക് ഉത്തരം കൊടുത്തു. വെറുതെ കൊടുക്കുകയായിരുന്നില്ല, അവർക്ക് തൃപ്തി അടയത്തക്കവണ്ണം, അവർക്ക് കുടിച്ച് മതിവരുവോളം ദൈവം അവർക്ക് വെള്ളം കൊടുത്തു, കാടപ്പക്ഷിയെ കൊടുത്തു, അവർക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും നൽകുവാൻ ഇടയായിട്ട് തീർന്നു. എന്നാൽ 22-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഒരു വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ആ നിലവിളി വാസ്തവത്തിൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ നിലവിളിയായി ഒരു പ്രവചന ശബ്ദത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന വാക്കുകളാണ്. അതെ, ദൈവപുത്രനായ കർത്താവ് ക്രൂശിൽ കിടന്ന് നിലവിളിപ്പാൻ ഇടയായിട്ട് തീർന്നു. ആ നിലവിളി ഒരു തെറ്റും ചെയ്യാത്ത, ഒരു ഊനവുമില്ലാത്ത, പാപമെന്തെന്നറിയാത്ത പരിശുദ്ധനായവൻ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ കിടന്ന് നിലവിളിക്കുക. എന്നാൽ ആ നിലവിളിയുടെ ശബ്ദത്തെങ്കിൽ നാം ശ്രദ്ധിച്ചാൽ ഒരു ഉത്തരവും സ്വർഗം കൊടുക്കുന്നത് കാണുവാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, പാപം മാത്രം ചെയ്ത ഇസ്രായേലിന് വേണ്ടി അസാധ്യങ്ങളിന്മേൽ അസാധ്യമായിരിക്കുന്ന മരുഭൂമിയിൽ അവർക്ക് വേണ്ടുന്ന ജലം കൊടുക്കുവാൻ ഈ പാപം മുഴുവൻ ചെയ്ത ജനത്തിൻ്റെ പാപം മനസ്സിലാക്കിയിട്ടും ദൈവം മനസ്സ് കാണിച്ചു. എന്നാൽ ദൈവപുത്രനായ യേശുവിൻ്റെ ക്രൂശിൽ കിടന്നുള്ള നിലവിളിയുടെ മുമ്പാകെ സ്വർഗം മൗനമായിട്ടിരുന്നെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ: എൻ്റെയും നിങ്ങളുടെയും പാപമായിരുന്നു. നാം ദൈവസന്നിധിയിൽ അത്രമേൽ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചപ്പോൾ നമ്മുടെ പാപങ്ങൾ നിമിത്തം ദൈവപുത്രനെ ആ അവസ്ഥയിലൂടെ സ്വർഗത്തിലെ ദൈവം കടത്തിവിടുകയായിരുന്നു. നമ്മുടെ നിലവിളി ഒരിക്കൽ പോലും ദൈവത്തിനെങ്കിലേക്ക് എത്തുവാൻ ഒരു സാധ്യതയുമില്ലാത്തതാണ്. എന്നാൽ ദൈവപുത്രൻ കിടന്ന് നിലവിളിച്ചിട്ട് ദൈവം മൗനമായിട്ടിരുന്നിട്ട് പാപികളായ നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ ദൈവപുത്രനെ ആ വേദനയിലൂടെ കടത്തിവിട്ടു. ആ പാറ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ആ പാറയിലാണ് നമുക്ക് അഭയം ലഭിക്കാനിടയായിട്ട് തീർന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഇത്ര നമ്മെ സ്നേഹിച്ച ദൈവത്തിന് സകല മഹത്വവും നമുക്ക് അർപ്പിക്കാം. അവിടുത്തെ ആരാധിക്കാം. അവിടുത്തെ പുണ്യനാമം മഹിമപ്പെടുമാറാകട്ടെ. കൃഷ്ണമണി
രക്ഷിച്ചിടും.